ഭയങ്കര ഒച്ചയുണ്ടല്ലയോ? ഇത് മൊത്തം ഇളകിയിരിക്കുക. ഉറപ്പിച്ചില്ല താഴെ പോരും. അതാ പിടുത്തം വിട്ടു പോയതാ. ഞങ്ങള് ഹൈറേഞ്ചുകാർക്ക് ഇതൊക്കെ ഒരു പതിവാ. റബ്ബറേന്നും പാറയെന്നൊക്കെ ദിവസം വീഴ്ചയാ. അടെ 3 വർഷം മുമ്പ് എവിടെ അടെ 3 വർഷം മുമ്പ് ട്രക്കറേന്ന് വീണതാ. നമ്മുടെ സബാഷിന്റെ വീടിന്റെ മുന്നേ വെച്ച് മാർക്കറ്റിലോട്ട് ലോഡും കൊണ്ട് പോവായിരുന്നു. ഒരു കോഴി വട്ടം ചാടിയെന്നേ. ഒറ്റ വെട്ടിയിലായിരുന്നു. ആണ്ട താഴെ കിടക്കുന്നു. ഇപ്പൊ വീണ് ശരീരത്തിന് ഒരു ബലമൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചെറിയ അപകടങ്ങളൊക്കെ വന്നാലും നേരിടാനുള്ള ശക്തിയൊക്കെ ആയിന്നേ. പല്ല് വെച്ചായിരുന്നോ? അവിടുത്തെ ജോലിക്കാരിയാണോ? അതെ. തോന്നിയായിരുന്നു. എവിടെ വീടോടാ? എന്റെ വീടൊക്കെ തൊടുപുഴയില് തോനക്കാടാ. കൊച്ചിന്റെ വീടോടാ? ഒറ്റപ്പാലം. ഒറ്റപ്പാലം കേട്ടിട്ടുണ്ടോ? അച്ഛനായി വാ കൂലിപ്പണിയാന്നോ? അച്ഛനില്ല, അമ്മയെ ഉപേക്ഷിച്ചു പോയി. ഞങ്ങളിപ്പോ വല്ലാത്ത കഷ്ടത്തിലാ. നന്നായി. എന്താ? അല്ല, എന്റെ അമ്മ എപ്പോഴും പറയുവേ തള്ളത്ത് നിന്നാ വളരുകയില്ലാന്ന്. കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ കിട്ടുന്ന ചെറിയ സുഖം ഉണ്ടല്ലോ, അത് വലിയ സന്തോഷമാണ്. നേരെ മറിച്ച് സുഖിച്ച് ജീവിക്കാൻ വേണ്ടല്ലോ, എത്ര കിട്ടിയാലും തൃപ്തി വരികയല്ല. ഇവിടുത്തെ സാറിന്റെ മോളാ. ആണോ? കൊച്ചനായി വാ. ഞാൻ വരുവാ. എന്നെ വിളിക്കുന്നു. ചായ കുടിച്ചായിരുന്നോ? കാണാൻ കേട്ടോ. ഓ വരുന്നേ. ആരത്? അയ്യോ, ഒരു വാചകം പറയേണ്ട സ്ഥലത്ത് 9 വാചകം പറയുന്ന ആളാ. പ്രിയൻ ഫ്രം തോന്നക്കാട്, തൊടുപുഴ. അല്ല, ഈ വാചകാടി പെണ്ണുങ്ങളെ കാണുമ്പോ മാത്രമേ ഉള്ളോ അതോ സ്ഥിര സ്വഭാവമാണോന്ന് എന്റെ സംശയം. വാ, എന്നെ കണ്ട ജോലിക്കാരിയാണെന്ന് പറയോ? എന്താ? അയാൾ എന്റെ അടുത്ത് ചോദിക്കാ ഞാനിവിടുത്തെ ജോലിക്കാരിയാണോന്ന്. ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു. വരട്ടെ. നിന്റെ ഈ കോലം കണ്ട ആർക്കും അങ്ങനെ തോന്നും. നടക്ക്, അങ്കിൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പുറത്തെ ലോഡ്ജിലെ കക്ഷിയായിട്ട് ഞങ്ങൾ ഒരു ചെറിയ ചാറ്റിംഗ്. നന്ദകുമാർ വിളിച്ചിരുന്നു. നെറ്റ്വർക്ക് കോളനിയിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഒരു വല്ലാത്ത സ്ഥലമായി ഈ കോളനി. പ്രോജക്റ്റിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് എടുക്കുക, തിരിച്ചു വരിക. അവിടുത്തെ അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളിലൊന്നും ഇടപെടരുത്. അതെങ്ങനാച്ചാ? MSW എന്ന് വെച്ചാ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കിന്റെ മാസ്റ്റർ ആവണമെങ്കിൽ സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണ്ടേ? അവരുടെ പ്രശ്നങ്ങൾ, കുടുംബകാര്യങ്ങൾ, ഇനി ഭർത്താക്കന്മാർ മദ്യപിക്കുന്നവരാണെങ്കിൽ അതിന്റെ കാരണങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാം സ്റ്റഡി ചെയ്യണ്ടേ? പിന്നെ കുടുംബശ്രീ യൂണിറ്റിൽ പോയപ്പോ ചെയ്ത പോലെ പിള്ളേരെ കുളിപ്പിക്കലൊന്നും വേണ്ട. ഒക്കെ ചെയ്യും. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഇലക്ഷന് നിക്കണം. ചെലപ്പോ ജയിച്ച് മന്ത്രിയാവില്ലെന്ന് ആര് കണ്ടു? അച്ഛൻ എന്തായാലും നന്ദനങ്ങളുടെ അടുത്ത് പറഞ്ഞോളൂ. കോളേജിൽ ചെന്നിട്ട് ഞങ്ങൾ ഒരു 6 പേര് കൃത്യം 11 മുമ്പ് ആ കോളനിയിൽ എത്തുന്നു. അച്ഛാ, രേവതിയുടെ കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല. അയ്യോ, ഈ കുട്ടിയുടെ ഒരു കാര്യം. നിക്കേ രേവതി. എന്താ മീരെ? ഇങ്ങ് വാ. നിന്റെ കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ടോ? പക്ഷെ എനിക്ക് താല്പര്യമില്ല ആന്റി. ഒറ്റ അടി വെച്ച് തന്നാണ്ടല്ലോ, ഇത് വലിയ കഷ്ടമായല്ലോ. രേവതി നോക്ക്, ഞങ്ങളുടെ ഔദാര്യം പോലെയൊന്നുമല്ല നിന്നെ എവിടെ നിർത്തി പഠിപ്പിക്കുന്നത്. നിന്റെ അച്ഛനോട് എനിക്കൊരു കടപ്പാടുണ്ട്. കഷ്ടകാലം ആർക്കും വരും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം വീടായേ കാണാവൂ. പഠിപ്പിന് ആവശ്യമായി എന്തും, ഫീസ്, ഡ്രസ്സ്, ബാക്കി എന്തുണ്ടെങ്കിലും ചോദിച്ചോണം. പിന്നെ നല്ല മാർക്കും വാങ്ങണം. ദേ, ടൂർ ഫീസ് അങ്ങ് കൊടുത്തു തരും. ശരി. സോഷ്യൽ വർക്കറേ, ബൈ. ഏറ്റവും കൂടുതൽ വൃത്തിയോടുള്ള സ്ഥലമാണ് ഇപ്പൊ ഏറ്റവും വലിയ സിറ്റി. എന്താ? അല്ല, ഇങ്ങനെ റോഡിലേക്ക് വേസ്റ്റ് എടുത്ത് എറിയുന്നവരാ ശരിക്കുള്ള വേസ്റ്റ് എന്ന് പറയുമായിരുന്നു. തോന്നിക്കാടാണ് കൊള്ളാലോ. തോന്നിക്കാടോ? ഈ താലൂക്ക് ഓഫീസിലേക്കുള്ള ബസ്. നമ്മളിന്ന് രാവിലെ കണ്ടല്ലായിരുന്നോ? ഒരു വ്യത്യാസം കേട്ടോ. കണ്ട വേലക്കാരത്തി ഒന്നും പറയത്തില്ല. അല്ല, ഞാൻ ഈ ഡ്രസ്സിങ്ങിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കേ. ആണോ? ഞാനും അങ്ങനെ തന്നെ. നമ്മൾ അധ്വാനിക്കുന്നവരുടെ ആയുധം എന്ന് പറയുന്നത് ശരീരമാണ്.
അപ്പൊ കൊള്ളാവുന്ന ഡ്രസ്സ് ധരിക്കുന്നത് ആ ശരീരത്തെ ബഹുമാനിക്കുന്നതിന് തുല്യമില്ല. പക്ഷെ ആർഭാടമാകരുത് കേട്ടോ. പക്ഷെ ഇത് നല്ലതാ. എന്തിനാ അച്ഛൻ അമ്മ ഉപേക്ഷിച്ചു പോയ? അച്ഛനോ? ആ പറഞ്ഞല്ലായിരുന്നോ? ഓ അച്ഛൻ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോയത് മദ്യപാനം. അടുത്ത മദ്യപാനിയായിരുന്നു. ശരിയാ, ഈ ചത്തെടുത്തും പെറ്റെടുത്തും ഇപ്പൊ മുംബൈ നിൽക്കുന്ന മദ്യോ. എന്റെ അച്ഛൻ പോയത് അങ്ങനെ നല്ല വെള്ളോടിക്കാരനായിരുന്നു. നമ്മള് തമ്മിൽ ഭയങ്കര സാമ്യം ഉണ്ടല്ലോ. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? കോളേജിലേക്ക്. ആ കോളേജിലേക്കോ? അല്ല, കോളേജില് സാറിന്റെ മോള് രേവതിക്ക് ഇതൊക്കെ കൊടുക്കണം. കാശുകാരങ്ങനെയാണല്ലോ, ലഞ്ചും മറ്റും ജോലിക്കാരും കൊണ്ട് കൊടുക്കണം. അതിപ്പോ എന്നതിനാ ഇത്ര വലിയ നിരാശയായിട്ടൊക്കെ പറയുന്നത്? അത് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ സന്തോഷത്തോടു കൂടി അങ്ങ് ചെയ്യണമെന്നേ. എവിടെ കോളേജ്? എവിടെ? ഇവിടെ ഈ മാധവപുരത്ത്. ഏയ് നമ്മുടെ താലൂക്ക് ഓഫീസ് കഴിഞ്ഞിട്ടല്ലേ? അതെ, അവിടെ തന്നെ. താലൂക്ക് ഓഫീസ് വഴിയല്ലേ? അയ്യോ കേറില്ല. അല്ല ഇത് ആ വഴിയാന്നേ. അല്ല ഞാൻ വന്നോളാം. വരാടോ പോയി. ഇയാള് കിടന്ന് പോവാ. ആന്നേ ഞാനും 2 മാസം ബസ്സിലെ കിളിയായിരുന്നു. പക്ഷെ സ്ത്രീകൾ കയറുമ്പോ ഇതേ കണക്ക് പോസ്റ്റിട്ട പോലെ നിൽക്കുകയില്ലായിരുന്നു. ചേട്ടാ 2 ടിക്കറ്റ്, ഒരു താലൂക്ക് ഓഫീസ്, മാധവപുരം, ഒരു മാധവപുരം. ഹലോ, എന്നാ പേരെന്നാ? രാധാകൃഷ്ണൻ. അല്ലാതെ രാധാന്നല്ലല്ലോ. ഇതേ സ്ത്രീകളുടെ സീറ്റാ. സ്ത്രീകൾ ഇതുപോലെ നിൽക്കുമ്പോഴാണോ ഇതുപോലെ പുരുഷന്മാരെ കയറിയിരിക്കുന്നത്? ആ എണീറ്റ് എണീറ്റ്. താൻ അവിടെ ഇരിക്കണോ? പിന്നെ അല്ല വേണ്ട, നീ വരുന്നേ. ഇതേ നിയമങ്ങൾ അനുസരിക്കാൻ തന്നെയുള്ളതാ. എവിടെയെങ്കിലും മൂത്രമൊഴിക്കാൻ പാടില്ലെന്നുള്ള ബോർഡ് കണ്ടുകഴിഞ്ഞാൽ അവിടെ മൂത്രമൊഴിക്കുന്ന പാർട്ടികളാ. ഒന്ന് പതുക്കെ പറടൂ. ആ ഇതുപോലെ പതുങ്ങി നിൽക്കുന്നോണ്ടാ അമ്മ പെങ്ങന്മാർ ഇതുപോലെ നിൽക്കേണ്ടി വരുന്നത്. അതെ, ഞങ്ങളുടെ നാട്ടിലൊരുത്തരുണ്ട്. എന്റെ നാട് തോനക്കാടാ. ഒരു ഫിലിപ്പ്. ആകാശത്തിന് താഴെ അവൻ മാത്രമേ ഉള്ളൂ അവന്റെ വിചാരം. വായി തോന്നി എന്തും വിളിച്ചു പറയും. പെണ്ണുങ്ങളെ ഓക്കെ വഴി നടക്കാൻ സമ്മതിക്കുകയല്ല. അവസാനം ഞാനും കിഴക്കേതിലെ ജ്യോതിയും പ്രകാശനും കൂടി അവൻ അങ്ങ് ഒതുക്കാന്ന് വിചാരിച്ചു. പറഞ്ഞില്ലല്ലോ, പ്രകാശൻ അപ്പം മിലിറ്ററിയില്ല. അങ്ങനെ ഞാനും ജ്യോതിയും പ്രകാശനും. പൊന്നു സഹോദര, ഞാൻ തോറ്റു. ഇതെന്താ റേഡിയോ ആണോ? ഇതിലും ഭേദം നിൽക്കണം. ഇങ്ങോട്ട് എന്റെ അമ്മോ, ഇനി ചേച്ചി പോയിരുന്നോളൂ. സ്ഥലമുണ്ടല്ലോ, കറക്റ്റ് സീറ്റ്. അതാ നല്ലത്. പുതുമോടിയാണല്ലേ? ഹലോ, ഞാനും ആ സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ബഹളം വെച്ച് ഭാര്യയ്ക്ക് സീറ്റൊക്കെ പിടിച്ചു കൊടുക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതന്ന്. ഇപ്പൊ ഞാണ്ടല്ലോ എവിടെങ്കിലും പോയി ഇരിക്കാൻ പറയും. കല്യാണം കടുപ്പം തന്നെ സ്വാമിയേ. എന്താ നിന്റെ ഉദ്ദേശം? ആ പ്രിയൻ അവനത് സീരിയസ് ആയിട്ട് എടുത്തിരിക്കുക. എന്തോന്നാ അങ്കിൾ ഇതറിഞ്ഞ എന്തൊക്കെ ഉണ്ടാവാന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? വരട്ടെ, അറിയാനൊക്കെ ഇനി സമയം കിടക്കല്ലേ. ഒരു പാവം തോന്നിക്കേട്ടുകാരനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ആദ്യം ഞാനും അതേ വിചാരിച്ചുള്ളൂ. പക്ഷേ സത്യം പറഞ്ഞ ഇപ്പൊ ഞാനൊരു വല്ലാത്ത അറ്റാച്ച്മെന്റില്ല. ഈ ഡ്രാഫ്റ്റിംഗ് കറക്റ്റ് ആണോ നോക്കിയ പ്രിയ? ശോഭ സാറേ, നമ്മുടെ നീനുമോക്ക് പ്രിയനെ കാണുമ്പോ ആകപ്പാടെ ഒരു സംശയമാണല്ലോ. എന്നാ പിന്നെ പ്രിയ, നീനുവിന്റെ വീട്ടിൽ നമ്മളൊന്ന് സംസാരിക്കട്ടോ? എന്നതാ? രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ എന്ന്. എന്നാ നടക്കട്ടെ? കല്യാണമായി. നിങ്ങൾ ഈ നീനി കൊച്ചിന് വെറുതെ കളിയാക്കാന്നോ? ഇതിനൊക്കെ സ്വയംഭര ആമ്പിള്ളേര് വേറെ കിട്ടുന്നേ. നമ്മളൊക്കെ പാവം തോനക്കാട്ട്. പിന്നെ നമുക്കൊക്കെ പറ്റിയൊരു പെങ്കൊച്ചിനെ ഞാൻ തന്നെ അങ്ങ് കണ്ടുപിടിച്ചായിരുന്നു. അത് ശരി. ഭയങ്കര. ഞാൻ താമസിക്കുന്ന ലോഡ്ജില്ലയോ, അതിനടുത്തുള്ള പെങ്കൊച്ച. ഒരു പാവം പിടിച്ചതാണ്. വെയിൽ കൊള്ളാനും വെള്ളം കോരാനൊന്നും അതിന് യാതൊരു മടിയില്ല. ആളെങ്ങനെ പ്രിയ? സുന്ദരിയാണോ? സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ കണ്ണിലല്ലേ. എന്റെ കണ്ണിൽ ആ പെങ്കൊച്ചും, ആ പെങ്കൊച്ചിന്റെ കണ്ണിൽ ഞാനും ഓക്കെ. എന്റെ പെങ്ങടെ കല്യാണം കഴിഞ്ഞ ഉടനെ കാണും. നമ്മുടെ പെങ്കൊച്ചിന് അത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ രജിസ്റ്റർ മാരേജ് ഒന്നും ആയിരിക്കത്തില്ല. 4 ആളുകളുടെ മുന്നിൽ വെച്ച് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നല്ലോ അവളുടെ അഭിമാനം എന്ന് പറയുന്നത്. അതിനുള്ള സെറ്റപ്പൊക്കെ ഞാൻ ഒരുക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ബസ്സും പിടിച്ച് പാട്ടൊക്കെ പാടി അങ്ങ് പോവാം. തോനക്കാടൊന്നും ചിലപ്പോ ഒരു ബസ് കാണും. ഞാനിത് സാറിനോട് പടം കഴിഞ്ഞോ സാറേ? ആരാ? അയ്യോ, അതല്ലേ വൈശാഖൻ സാറ്. പുള്ളിക്കാരന്റെ ഒഴിവിലല്ലേ പ്രിയനൂടെ കേറിയത്.
പക്ഷെ ഇപ്പോഴത്തെ ഈ വരവിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വാ ഇരിക്കെ. ലീവാണേലും ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഇങ്ങോട്ടൊന്ന് കയറിക്കൂടെ? സാറ് വിഷമിക്കണ്ട, ഞാൻ ഇനി സ്ഥിരമായിട്ട് ഇവിടെ കാണും. ലീവ് ക്യാൻസൽ ചെയ്ത് നാളെ ഞാൻ റീജോയിൻ ചെയ്യാൻ സാർ. അപ്പോൾ സിനിമ ഡയറക്ഷൻ അതൊക്കെ ഒരു സിനിമ കഥ പോലെ അങ്ങ് പോട്ടെ സാർ. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് സാർ ഇൻഡസ്ട്രിയിൽ, കാത്തിരുന്ന് മടുത്തിട്ട് മറ്റു ജോലിക്ക് പോകുന്നവർ. ലേറ്റായി വരുന്നതിന് നാളെ മുതൽ മെമ്മോയും വാണിങ്ങൊന്നും വേണ്ട സാർ. പ്രൊഡ്യൂസർ തെണ്ടി നടക്കലൊക്കെ നിർത്തി. എടോ വൈശാഖ, തനിക്ക് പകരം വേറൊരാൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അയാൾ ത്രോൺ ഔട്ട് ആവണമല്ലോ, താൽക്കാലിക വേക്കൻസി അല്ലേ, പിരിഞ്ഞു പോട്ടെ. അപ്പോൾ നാളെ ഞാനിങ്ങ് വരുന്നു. ആ എടോ വൈശാഖ, പ്രിയ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാടാ? അല്ല അതിപ്പോ എന്നാലും ഇവിടുന്ന് പോയല്ലേ പറ്റത്തുള്ളൂ സാറേ. എനിക്ക് എവിടെയും എന്ത് ജോലി ചെയ്യാനും സന്തോഷമുള്ളൂ. പക്ഷേ എന്നാന്ന് വെച്ചാ എനിക്ക് സാറിനെയും ഇവിടെ ഉള്ളവരൊക്കെ അങ്ങ് വലിയ ഇഷ്ടമായിരുന്നേ. ഞങ്ങളും നിന്നെ അങ്ങ് സ്നേഹിച്ചു പോയടാ. പക്ഷെ പെട്ടെന്ന് നാട്ടിലേക്ക് അങ്ങ് തിരിച്ചു പോയാലേ ചെറിയ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നേ, അതാ. നീ ഒരു കാര്യം ചെയ്യ്, നീ നേരെ വൈശാഖിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവനോട് നേരിട്ടൊന്ന് പറ. അതെ, പ്രിയനൊന്ന് പോയി കാണും, അതാ നല്ലത്. ചെല്ല. ഉള്ളലിഞ്ഞ പന്തുരുട്ടേ ഒരയൊരു കൂരയിൽ എന്നെയും തേടി തളർന്നിരുപ്പാണേ. നേരാണേ 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 ചുട്ടരച്ച ചമ്മന്തി കൂട്ടി കാലത്തെ കഞ്ഞി മുന്തി ചന്തയിലെത്തി ചില്ലുവാനം കയറ്റി. അതെ, ജോലിക്കാരോ ജോലിക്കാരോ ജോലിക്കാരനോ? എന്ത് കളിയാക്ക? ഇതിലെന്നെ കളിയാക്കാനിരിക്കുന്നത്? ജോലിക്കാരാന്ന് വിളിക്കുന്നത് നല്ലതല്ലയോ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ജോലി ചെയ്യാത്തവനെ എന്ന് വിളിക്കുന്നതാ കളിയാക്കല്. പിന്നെ ഈ കയ്യോങ്ങലൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചാൽ മതി കേട്ടോ. എന്നാ നോക്കി പഠിപ്പിക്കുന്നു? അല്ലണോ തല്ല് അഭിനയിച്ച് കാണിച്ചതാ. നാടകത്തില് നല്ല സഹനടനുള്ള അവാർഡ് 3 പ്രാവശ്യം വാങ്ങിച്ചവനാണ് ഞാൻ. ഇപ്പോ വൈശാഖ സാറിന്റെ പടത്തിലൊരു ചാൻസിന് വേണ്ടിയാ ഇതൊക്കെ. ആന്നോ? എന്നാ കേട്ടോ, വൈശാഖൻ സാറ് പടമൊക്കെ മടക്കി ഓഫീസിൽ ചേരാൻ പോവാ. സിനിമയ്ക്കൊക്കെ കാണണ്ടേ, കാർട്ടൂൺ ഇട്ടു. അമ്മച്ചി, ഞാനേ വൈശാഖൻ സാർ ഒന്ന് കാണാൻ വന്നതാ. പൂനെന്നാണോ? എന്നാ? അല്ല, പൂനെയിലെ സിനിമാക്കാരവന്റെ കൂട്ടുകാര്. അതാ. അല്ല, ഞാൻ ഓഫീസിൽ നിന്നാ. വൈശാഖൻ സാർ ജോലിക്ക് ജോയിൻ ചെയ്ത എന്റെ ജോലി പോവും. സാറിനെ കണ്ടിട്ടൊന്ന് അപേക്ഷിക്കാൻ വന്നതാ. സാറിനെ കാണാൻ. അതെ, വൈശാഖ സാർ ആവത്തോണ്ട് അങ്ങോട്ട് വന്നാട്ടെ. അയ്യോ, ഇതെന്നാ ഈ ചേനയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ? ഇതിനൊന്നും വളം ഇടുകയല്ലേ? ആകെ കുറഞ്ഞിരിക്കുന്നു. അമ്മച്ചി വളം ഇടുമ്പോഴേ നമ്മുടെ വാഴല കരയിച്ച് കൂടെ ഇടണം, എന്നാലേ നല്ല പുഷ്ടി ഉണ്ടാവത്തുള്ളൂ. സിനിമാക്കാര്യത്തിന്റെ ഇടയ്ക്ക് ചേനക്കാര്യം. അങ്ങോട്ട് വന്നിട്ട് വൈശാഖ സാറിനെ കാണാം. സാറേ സാറേ ഉണരണേ സാറേ. അയ്യോ, ഈ നേരം വരെയൊക്കെ എങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്? സാറേ, ഈ പകലുറക്കമൊക്കെ ഐശ്വര്യക്കേടാ കേട്ടോ. മാത്രമല്ല ആള് മന്ദനായി പോകും. സാറിനോട് കാര്യം പറയൂ. സാറേ, രാവിലെ ഓഫീസിൽ വെച്ച് കണ്ടായിരുന്നു. സാറ് തിരക്കായോണ്ട് പിന്നെ എന്നെ ശ്രദ്ധിച്ചു കാണത്തില്ല. സാറ് ഇവിടുത്തെ പോയപ്പോ വേക്കൻസിയിൽ വന്നത് ഞാനാ. ഓ, പ്രിയദർശൻ എന്നാ പേര്. സാറ് റീജോയിൻ ചെയ്താ ഞാൻ പിന്നെ തിരിച്ചു പോകേണ്ടി വരുവേ. പോണം. പോണ്ട, വേണ്ട. സാറേ, ഇതിപ്പോ എന്നാന്ന് വെച്ചാ ഗൗരി എന്ന് വെച്ചാണെങ്കിൽ എന്റെ പെങ്ങളാ. അവളിപ്പോ BSc ഒക്കെ പാസ്സായി. ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞായിരുന്നേ. ഇതിനിടയില് ബ്രോക്കർ ഒരു പണി ഒപ്പിച്ചായിരുന്നേ. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാന്നൊക്കെ അവരോട് വെച്ചങ്ങ് കീറി. പെണ്ണിന്റെ ആങ്ങളെ സിറ്റിയില് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാന്ന് അറിഞ്ഞപ്പോ അവരും അങ്ങ് ഹാപ്പിയായി. ഇനിയിപ്പോ PSc ടെമ്പററിയാന്നൊക്കെ പറഞ്ഞാ അവർക്കതങ്ങ് മനസ്സിലാകുകയല്ല. അതാ ഞാനിപ്പോ ജോലിയിൽ നിന്ന് അങ്ങ് തിരിച്ചു പോയാൽ അവരുടെ മുന്നിൽ കളനാകുവേ. ഒരു 3-4 മാസത്തെ സമയം തന്നാ മതി സാറേ. അതിനുള്ളിൽ ഞാൻ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഇങ്ങനെ പരത്തി പറയാതെ സാറിനോട് നേരിട്ട് ഒറ്റ അടിക്കാൻ പറ. സാർ ഓഫീസിൽ പോകണ്ട, സിനിമ എടുക്കാൻ പോയാൽ അതൊന്നും നടക്കില്ല. സാർ, ഇതിപ്പോ എന്റെ പെങ്ങളുടെ ജീവിതകാര്യമായിപ്പോയി. മാത്രമല്ല ഞാനും ഒരു പെങ്കൊച്ചിനെ കണ്ടുവച്ചിട്ടുണ്ടേ. ഈ
കല്യാണം എന്നൊക്കെ പറയുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് സാറിന് പറയാതെ തന്നെ അറിയാലോ. എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. സാറേ ഞങ്ങൾ ഈ കാല് പിടിക്കാൻ കേട്ടോ. സാറ് സിനിമാ കഥയൊക്കെ എഴുതുന്ന ആളല്ലേ. ഈ മനുഷ്യനെ മനസ്സിലാക്കുമ്പോഴല്ലേ സാറേ ഈ കഥയൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. ആർക്കും എന്നെ മനസ്സിലാക്കാൻ വയ്യ, എല്ലാരും ഞാൻ മനസ്സിലാക്കിക്കോണം. എടോ, ഞാൻ ഇതുപോലെ അപേക്ഷയുമായിട്ട് പല പ്രൊഡ്യൂസേഴ്സിനും കണ്ടിട്ടുള്ളതാ സിനിമ എടുക്കാൻ. ആരും എന്നോട് ദയവ് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഇയാളിപ്പോ പോ. താനും പോ. എന്നെ ചുറ്റിപ്പറ്റി നടന്ന താനും ഗതി പിടിക്കില്ല. സാറേ സാർ ഇങ്ങനെയൊന്നും നിരാശപ്പെടരുത് കേട്ടോ. ആശ കൈവിട്ട പിന്നെ ജീവിതം പോയി. തോറ്റു കൊടുക്കാൻ ആർക്കും പറ്റും സാറേ. തോറ്റു കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിലേ നീ എനിക്കൊരു പ്രൊഡ്യൂസറെ സംഘടിപ്പിച്ചു. ഞാനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞു കേൾപ്പിച്ച് നീ എനിക്കൊരു പ്രൊഡ്യൂസറെ സംഘടിപ്പിച്ചതാ. എന്താ ബുദ്ധിമുട്ടാണല്ലേ? ആദർശമൊക്കെ പറയാൻ എല്ലാവരെ കൊണ്ടും പറ്റും. ഒരു പ്രൊഡ്യൂസറെ പിടിച്ചേരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഓഫീസിൽ വരായിരിക്കും. തരാം സാറേ. പ്രൊഡ്യൂസറെ ഞാൻ സംഘടിപ്പിച്ചു തരാം. നീ എന്താ തമാശ പറയാ? ജീവിതം വെച്ച് ആരും തമാശ കളിക്കാനില്ല സാറേ. ഇതിപ്പോ എന്റെ ജീവിതമായി പോയി. എന്റെ പെങ്ങളുടെ സാറേ എനിക്ക് 1 മാസത്തെ സമയം തരണം. അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള അടവൊന്നുമല്ല കേട്ടോ. അതിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒരു പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കും. സാറേ കൈ ഒന്ന് കാണിച്ചേ. ഇത് പ്രിയന്റെ വാക്കാണ്. ഉറപ്പാ? അതെ മോനെ നിന്ന് എടാ നിക്ക്. നീ പ്രൊഡ്യൂസറെ എങ്ങനെ പിടിക്കും? അതൊക്കെ ഞാൻ കണ്ടുപിടിക്കും. പക്ഷെ ഈ പ്രൊഡ്യൂസർ എന്ന് വെച്ചാ എന്തുവാ? കുടുംബശ്രീ യൂണിറ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ടും കൂടിയാ ദാ എന്റെ പ്രോജക്റ്റ്. ഓക്കെ, ആ തോന്നക്കാടല്ലേ അത്? എനിക്ക് പ്രൊഡ്യൂസർ കാണാൻ ഏതൊക്കെ പ്രൊഡ്യൂസർ ഉണ്ടെന്ന് ആദ്യം പറ. തനിക്കാരെ കണ്ടെന്ന് എനിക്ക് പ്രൊഡ്യൂസർ ജോലി ചെയ്യുന്ന ആളെ ഞാൻ കണ്ടിട്ടേ പോകത്തുള്ളൂ. പുറത്തേക്ക് ഇറങ്ങുമല്ലോ അപ്പൊ കണ്ടോളാം. പ്രൊഡ്യൂസറെ പുറത്തേക്ക് ഇറങ്ങുമല്ലോ അപ്പൊ ഞാൻ കണ്ടോളാം. പ്രിയ, നീ എന്നെ ഇവിടെ? പ്രിയൻ എന്താ ഇവിടെ? ഞാനിവിടെ പ്രൊഡ്യൂസറെ പിടിക്കാമെന്നാണെന്ന്. നീ എന്നെ ഇവിടെ? സാറിന്റെ മോൾ ഇവിടെ കോഫി ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഞാൻ കൂട്ടുവന്നാ. നീ വല്ലതും കഴിച്ചായിരുന്നു? ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒരു കാപ്പി പോലും. നീ വന്നേ. ചായ മേടിച്ചു സ്നേഹിക്കാം. ചേട്ടാ 2 ചായ, ഒരു സ്ട്രോങ്ങും. നിനക്ക് സ്ട്രോങ് വേണോ ലൈറ്റ് വേണോ? എന്താ? അല്ല സ്ട്രോങ് ചായ വേണോ ലൈറ്റ് വേണോ? ഏതായാലും മതി. അപ്പൊ ഒരു സ്ട്രോങ്ങും ഒരു മീഡിയം എടുത്തോ. ഓ ശരി. വടയുണ്ട്. പഴം വേണോ? അയ്യോ വേണ്ട, മതി. ആദ്യമായിട്ടാണല്ലേ? അതൊന്നും മറിച്ചിട്ടു, അല്ലെങ്കിൽ മൊരിയത്തില്ല. പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കാൻ വേണ്ടിയോ? പ്രിയ, നീ ഇത്ര സാധുവായി പോയല്ലോ. സിനിമ എന്നൊക്കെ പറയുന്നത് വേറൊരു ലോക. ഒരു കാര്യം ചെയ്യാം, നിന്റെ സിസ്റ്ററിനെ കല്യാണം കഴിക്കാൻ പോണ പയ്യന്റെ വീട്ടുകാരോട് ഞാൻ പറയാൻ കാര്യങ്ങൾ. ഏയ് അതൊന്നും വേണ്ടാന്നേ. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കാനല്ല, മുടങ്ങാനാ ചാൻസ്. എന്നാണേലും വൈശാഖൻ സാറിന് കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റത്തുള്ളൂ. നീ അധികം വെയിലൊന്നും കൊള്ളാറില്ല, വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. നീ എന്നതിനെ പേടിക്കുന്നത്? ഞാൻ കരുതിയത് എനിക്കൊന്നും ഇങ്ങനെ ഉണ്ടാകുകയല്ലെന്നാ. എന്ത് വട കഴിക്കുന്ന? വേണ്ട,